എന്നാലും ഹസ്ബൻഡ് വൈഫ് ആയി എന്നുള്ള ഒരു അത് വന്നു ബാച്ചിലർ എന്നുള്ള സാധനം എന്ത് ചെയ്തു മാറി. അങ്ങനെ എന്റെ 34 വയസ്സത്തെ ബാച്ചിലർ ജീവിതം അവസാനിപ്പിക്കുകയാണ് പറയണോ 25ലേക്ക് അങ്ങനെ കപ്പിളായിട്ട് അങ്ങനെ വരുന്നു. ഓക്കെ ശരി. ഇനി 24 നോക്കിക്കഴിഞ്ഞാല് പൊടിയുടെ അടുത്തും ചോദിക്കട്ടെ, റോബിന്റെ അടുത്തും ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ്, ഒരു അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മൊമെന്റ്, അതെന്തായിരുന്നു? നമുക്ക് കുറേം കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലോസ് ആവാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എടുത്തത് എനിക്കും റോബിൻ ചേട്ടനും പേഴ്സണലി ഭയങ്കര അടിപൊളിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മാരേജ്, പിന്നെ 2 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് പറയാൻ. ഈ വർഷത്തില് എനിക്കിപ്പോ ഞാൻ 2019 ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത്, August 15. അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബൊട്ടിക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളത് ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഇനിയിപ്പോ എന്റെ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു ഡിസൈനർ എന്നുള്ള രീതിയിലും ബിസിനസ് ഓൺട്രപ്രണർ എന്നുള്ള ഒരു രീതിയിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലി ലൈഫിലോട്ട് കടക്കുകയാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ഫാമിലി ലൈഫാണ്. അതിലോട്ട് കടക്കണേക്കാൾ മുന്നേ എനിക്ക് കുറെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഓടി ഇറങ്ങി നടക്കാം. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എന്റെ പ്രിയോറിറ്റി ജസ്റ്റ് ഒന്ന് മാറും. ആ സമയത്ത് എനിക്ക് ഇപ്പൊ ചെയ്യണ പോലെ എനിക്ക് അത്രയും ഇതിലോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ എനിക്ക് ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ പോലും ഞാൻ എപ്പോഴും ഇവിടെ അവൈലബിൾ ആവണം എന്നില്ല. എനിക്കിപ്പോ ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം കല്യാണത്തിന് മുന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെൽ പ്ലാൻഡ് ആണല്ലോ, കാര്യങ്ങളെല്ലാം വളരെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബുട്ടീക്കിന്റെ കാര്യത്തിൽ. ഇനി റോബിന്റെ കൂടെയുള്ള ലൈഫ് സമാധാനമായിട്ട് എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഇപ്പൊ എന്റെ എല്ലാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എനിക്ക് ഇതിലോട്ടേക്ക് ഞാൻ നെക്സ്റ്റ് ഇയറിൽ കടക്കുമ്പോ എനിക്ക് എന്റെ ഫുൾ എന്റെ അറ്റൻഷൻ പക്ഷെ അതിന്റെ അർത്ഥം ബിസിനസ്സിന് ഒന്നുമല്ല എന്നല്ല. കാരണം എന്റെ ഇത്രയും കിടന്ന വർഷം മൊത്തം ലാസ്റ്റ് 10 years മൊത്തം ഞാൻ ഈ ഒരു ഫീൽഡില് ഈ ഒരു ഇതിലാണ് ഫുൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി എനിക്കൊന്നൊരു ഒന്ന് ചേഞ്ച് ആയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ കുറച്ചൊരു ഫോക്കസ് ചെയ്യാം അല്ലേ. ഇപ്പോഴാണെങ്കിൽ അതും ഇതും കൂടെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോയത്. പക്ഷെ ഇനി കുറച്ചുകൂടി കൂടുതൽ ഇതായിരിക്കും. അതെ, റോബിൻ ശ്രദ്ധിച്ചോ, ഇത്ര നാളും ഉള്ളതിനെക്കാട്ടിലും മാരുതിയുടെ വേറൊരു ഫേസ് ഇനി കൂടെ കാണുന്നാണ് പറഞ്ഞു തന്നത്. റോബിൻ എങ്ങനെ ഉണ്ടായിരുന്നു 2024 എന്ന് പറയുമ്പോൾ? ഞാൻ ആക്ച്വലി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു, സോഷ്യൽ മീഡിയ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കായിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു, നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ലെസൺ ആയിട്ട് പഠിച്ച് അതിൽ നിന്നും ഇനി ഒരു ആവർത്തന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസവും ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ കല്യാണത്തിന്റെ ഒരു തീയതി ഈ വർഷമാണ് നമ്മൾ തീരുമാനിച്ചത്, 2024 തീരുമാനിച്ചത്. അതിനെക്കാട്ടി ഉപരി എൻ്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരാം, മെഡിക്കൽ ഫീൽഡ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് എന്താ പറയാ, എൻ്റെ പ്രൊഫഷനിലേക്ക് അധികം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേരിലേക്ക് മാത്രമേ എൻ്റെ സർവീസ് ചെല്ലത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യണമല്ലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ സോഷ്യൽ മീഡിയയിൽ. സോ ഞാനൊരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതെന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ അറിയാത്ത എല്ലാവർക്കും ഗുണം വരുന്ന ഒരു കാര്യമാണത്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ വരുന്ന January 20th ഞാനത് കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണം, ഒരു ലാർജ് സ്കെയിൽ സർവീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ചെന്റെ പ്രൊഫഷനിലേക്ക്, ബാക്ക് ടു മൈ പ്രൊഫഷൻ. സോ അതിൽ ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട് എന്റെ പ്രൊഫഷന് ഞാൻ അധികം കൺസിഡർ ചെയ്യാറില്ല എന്ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ് ഞാൻ എന്ത് ചെയ്ത ആ ഒരു പ്രൊഫഷനിലേക്ക് പോയത്. ഞാനത് സത്യം പറഞ്ഞാൽ ഒരു 8 വർഷം ഞാൻ അതിൽ ജിജോ ഹോസ്പിറ്റൽ, ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത്രയും അത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം
നമ്മളെപ്പോഴും ഒരു ഒരു നമ്മുടെ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു ഹൈ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രിപ്പറേഷൻ എടുക്കുക, നമ്മൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം, ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാം. അവരെന്നെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പലരും എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്നത്. അത് എനിക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഞാൻ സ്റ്റെത്തിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി വൈകാതെ നമ്മുടെ മെട്രോ പില്ലേഴ്സിലും ഈ പറഞ്ഞ പല സ്ഥലത്തും നമ്മുടെ ഫോട്ടോയൊക്കെ ഇതേപോലെ വരും. ഓൾറെഡി അതൊക്കെ സെറ്റാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, അതൊരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കമ്പനി ഓൾറെഡി ഒരു 5 years ആയിട്ട് ഇതിന്റെ പിന്നിൽ അതിന്റെ ഒരു ഹാർഡ് വർക്കും അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളെല്ലാം വെച്ച് അവരത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിന്റെ ഫേസ് ഞാനാണ്. ഓക്കെ, സോ അതുവഴി ഞാൻ പറയില്ലേ ഗുണമുണ്ടാവും. മനസ്സിലായി. അപ്പൊ നിങ്ങൾ 25 ഏറ്റവും കൂടുതൽ ഈ 25 നിങ്ങൾ എയിം ചെയ്യുന്നതും ഈ ഒരു പ്രൊജക്റ്റും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. പിന്നെ രണ്ടാമത് എന്റെ കല്യാണം. അതായത് ജാനുവരി പ്രൊഫഷൻ, ഫെബ്രുവരിയിൽ ലൈഫ്, പിന്നെ മാർച്ചിൽ ഇനി എന്തെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓരോ മന്ത് ഓരോന്ന് നോക്കി സെറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് അല്ലേ. എന്തായാലും ഇങ്ങനെ പ്ലാൻ ചെയ്ത പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും സൂപ്പർ ആയിട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും നമ്മുടെ രണ്ടുപേരുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗം ഉള്ളത് പോലെയാണ്. പിന്നെ നമ്മളെ വെറുക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വെറുക്കൊന്നും വേണ്ട. പിന്നെ പുതിയ വർഷമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വെരി നൈസ് റോബിൻ. നിങ്ങൾ രണ്ടുപേരും രണ്ടെന്നല്ല ഒന്നൊന്നു തന്നെ നമുക്ക് പറയാം അല്ലെ. ഇനിയിപ്പോ അടുത്ത മാസം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു 24-ൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അപ്സെറ്റ് ആക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേരുടെ രണ്ടായിട്ട് ചോദിക്കുന്നില്ല. ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഒരുമിച്ച് മാനേജ് ചെയ്തു. അതെല്ലാം അല്ല, എനിക്കിപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ തന്നെ അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറയില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തത് ഈ വർഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നമ്മൾ പരസ്പരം കൂടുതൽ ഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ വർഷമാണ്. സോ എന്താ പറയാ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ എപ്പോഴും ഒന്ന് കമ്മിറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചൊരു ലെങ്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് അല്ലെ. ഇതില് മുന്നേ നമുക്ക് അറിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. നമ്മൾ വളരെ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലാണ് കണ്ടത്. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ കല്യാണം എല്ലാവരും കൂടെ ഉറപ്പിച്ചു, നമ്മൾ തീരുമാനിക്കുന്നേക്കാൾ മുന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു സമയം, പിന്നെ എനിക്കും എന്റെ കരിയർ വൈസിന് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകളിലോട്ടേക്ക് എത്തണേക്കാൾ മുമ്പ് ഈ ഒരു സംഭവം ഇടയിൽ വന്നു. അപ്പൊ എനിക്കാണെങ്കിലും എന്താ പറയാ, എനിക്ക് മൊത്തത്തിൽ അതും ഇതും എല്ലാം കൂടെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആവശ്യമായിരുന്നു ഒരു സമയം. റോബിൻ ചേട്ടൻ അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി കൂടെ നിന്നു. പിന്നെ എന്റെ മൂവിയുടെ കാര്യം പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പയ്യെ എന്റെ പ്രൊഫഷൻ കഴിഞ്ഞ് എന്റെ മാരേജ് കഴിഞ്ഞ് പയ്യെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ചെയ്യുന്ന ഒരെണ്ണമാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും, ഏതെങ്കിലും എടുത്ത് ചെയ്യുന്നതിലല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചിരുന്നു ബിഗ് സ്ക്രീനിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഫേസ് വരണമെന്ന്. സോ അതിനുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഞാൻ പറയാം, എല്ലാം ഗ്രാജുവലി. നിങ്ങൾ ആരും ധൃതി വെക്കരുത്. കാരണം ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാനോ ഒരു കാര്യത്തിനും അഭിപ്രായം പറയാനോ വരുന്നില്ല. സോ അത് ഞങ്ങളെ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നു. കുറെ ഇൻസിഡൻസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറെ ഇൻസിഡൻസ് റോബിൻ ചേട്ടന്റെ ലൈഫിൽ നടന്നപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് റോബിൻ ചേട്ടൻ ആഗ്രഹിച്ച സമയത്ത് ഇഷ്ടപ്പെടുന്നവരാണോ വെറുക്കുന്നവരാണോ എന്നൊന്നും അറിയില്ല, കുറെ ഫേക്ക് അക്കൗണ്ടിനൊക്കെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിടാത്തതാണ്. ഞാനിങ്ങനെ ആലോചിച്ച് റോബിൻ ചേട്ടനെ കാണിച്ചു കൊടുക്കും, റോബിൻ ചേട്ടൻ ഇതൊക്കെ കണ്ടോ, അവരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറയാനില്ല. ഇതിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഞാനിപ്പോ കറന്റ് കൊച്ചിയാണെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട്, എന്റെ വീട്ടിൽ പോകുന്നു. പക്ഷെ എല്ലാ ഇൻസിഡൻസും ഞാൻ എടുത്ത് എന്ത് ചെയ്യാറില്ല, നമ്മള് പബ്ലിക്കലി ഷെയർ ചെയ്യാറില്ല. ഞാൻ ജോലിക്ക് വിടാത്തതാണ് എന്റെ കൂടെ തന്നെ നടക്കാൻ വേണ്ടിട്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ അത്യാവശ്യം എന്താ പറയാ പ്രായമുള്ള മെച്ചുവർ ആയിട്ടുള്ള ഒരാളാണ്.
അപ്പം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലും ഞാൻ ഈ ഒരു കാസർഗോഡ് പോയ സമയത്ത് അവിടെ വെച്ച് ലൗഡായിട്ട് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഇനി എന്റെ പ്രൊഫഷനിലേക്ക് കയറിയ അപ്പൊ ഇനി എനിക്ക് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റൂല, ലൗഡായിട്ട് ഈ അലറി ഒരു ചെയ്യാൻ പറ്റും. ഒരു കലാശക്കൊട്ടെന്നുള്ള രീതിയിൽ ഞാൻ അത് ഈ ഇയർ എൻഡോട് കൂടി ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് നിർത്തി. ഈ ഇയർ അല്ല, കഴിഞ്ഞ വർഷം. അല്ല കഴിഞ്ഞ പുതിയ വർഷം തുടങ്ങിയല്ലോ. 2024 എന്ത് ചെയ്തു, അതങ്ങ് നിർത്തി. കാരണം ഇനി എന്റെ പ്രൊഫഷനിലേക്ക് വരുമ്പം എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അതെല്ലാം കീപ്പപ്പ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ എന്റെ രീതിയിൽ എഫേർട്ട് എടുത്തോളും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരാളുടെയും പാസ്റ്റ് വെച്ചിട്ട് ഒരാളിനെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. സോ ഏതൊരു മനുഷ്യന്റെ ജീവിതം എപ്പോഴും വേണമെങ്കിലും മാറാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടി, നിങ്ങളുടെ ബെറ്റർ വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എന്റെ അടുത്താണ്. സോ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. സോ എന്തായാലും ഞാൻ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വർഷം നടക്കാൻ പോകുന്നത്, ആദ്യം എന്റെ പ്രൊഫഷൻ വൈസ് ഉള്ള ഈ ഒരു കാര്യവും, രണ്ടാമത്തത് കല്യാണമാണ്. സോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഞാനൊരു മൂവി ചെയ്തു കഴിഞ്ഞാൽ കാശ് മുടക്കാനുള്ള പ്രൊഡ്യൂസർ ഉണ്ട്, കാശ് കിട്ടുന്ന എനിക്കും പ്രൊഡ്യൂസറിന് മാത്രമേ ഉള്ളൂ. എല്ലാരും പോയി അതിൽ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൽ എന്തുണ്ട്, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന അല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്നത് നമ്മൾ റിയൽ ലൈഫിലും എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യണം. സോഷ്യൽ മീഡിയ താരങ്ങളായ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടെയും വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമായി. വരുന്ന 16-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. വിവാഹാഘോഷങ്ങളുടെ ചിത്രങ്ങൾ റോബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ലൈറ്റ് ലാവൻഡർ നിറത്തിലുള്ള ലഹങ്കയാണ് ആരതി ധരിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള കുർത്തയാണ് റോബിന്റെ വേഷം. 2 വർഷങ്ങൾക്ക് മുൻപായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ദിവസങ്ങൾ നീണ്ട വിവാഹാഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൽദി ചടങ്ങുകളോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും തനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആണെന്നും മറ്റുള്ളവരാണ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നും റോബിൻ പറഞ്ഞു. വിവാഹത്തിന് ശേഷം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു. 27-ലധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് താരം അറിയിച്ചത്. മുൻപ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കുകൾ റോബിനും ആരതിയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആരതി തനിക്കൊപ്പം നിന്നത് അത്ഭുതത്തോടെ റോബിൻ പറഞ്ഞിട്ടുണ്ട്. ആരതിക്ക് വേണമെങ്കിൽ മറ്റൊരാളെ ചൂസ് ചെയ്യാമായിരുന്നു, ഞാൻ എന്തിന് ഇയാൾക്ക് വേണ്ടി ഇതൊക്കെ സഹിക്കണമെന്ന് കരുതാമായിരുന്നു. പക്ഷെ ആരതി അതൊന്നും ചിന്തിച്ചില്ല. മാത്രമല്ല, റോബിൻ വന്നതിന് ശേഷം വലിയ മാറ്റമാണ് തന്റെ ലൈഫിൽ ഉണ്ടായതെന്ന് ആരതി പറയുന്നു. താൻ കുറച്ചുകൂടി ബോൾഡായി, കുറച്ചുകൂടി സംസാരിക്കാൻ പഠിച്ചു, ആളുകളോട് കുറച്ചുകൂടി ഓപ്പണായി മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇതെല്ലാം ഒരു വലിയ പോസിറ്റീവ് കാര്യമായി തന്നെ ഇരുവരും പറയുന്നുമുണ്ട്.